സിനോജ്, ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? UPS ഇരിക്കുന്ന മുറിയിൽ നിന്നാണ് ഈ പുക വന്നത് എന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ആ റൂമിൽ നിന്ന് പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. UPS റൂം അത് പൂർണ്ണമായും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലായോ? സുജയ പാർവതി, ഫയർഫോഴ്സ് എത്തി ആശുപത്രി കെട്ടിടത്തിനകത്തുള്ള പുക മുഴുവൻ വലിച്ച് പുറത്തേക്ക് കളയാനുള്ള സംവിധാനം ചെയ്യുന്നു. പക്ഷേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് CT സ്കാൻ്റെ ആ ഭാഗത്തു നിന്ന് പുക വന്നു എന്നാണ് ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. എവിടെ നിന്നാണ് ഈ തീപിടുത്തം അല്ലെങ്കിൽ പുക വന്നെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. UPS റൂമിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട്, CT സ്കാൻ്റെ വശങ്ങളിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട്. ഏതായാലും വലിയ പുക ക്യാഷ്വാലിറ്റിൻ്റെ അകത്ത് വന്നു. അതോടുകൂടി ആളുകളൊക്കെ തന്നെ ജീവൻ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന അവസ്ഥ വന്നു. അകത്തുണ്ടായിരുന്ന രോഗികളെ നഴ്സുമാരും ഒപ്പം തന്നെ ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. നിരവധി രോഗികൾ അല്പസമയം മുമ്പ് അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. കാഷ്വാലിറ്റി മുഴുവൻ ഒരു മൂടൽമഞ്ഞ് എങ്ങനെയാണോ ആ നിലയിലാണ് അല്ലേ അരുൺകുമാർ? ഞാൻ ആ ദൃശ്യങ്ങൾ കൂടെ കാണിച്ചു തരാം. രോഗികളെ ഒരു വശത്ത് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ക്യാഷ്വാലിറ്റിയുടെ വശം കാണിച്ചു തരാം, ക്യാഷ്വാലിറ്റിയുടെ ഫ്രണ്ട് വശം കാണിച്ചു തരാം. അതായത് ഫയർഫോഴ്സ് ഇവിടെയുണ്ട്. പുക ഇപ്പോഴും പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ക്യാഷ്വാലിറ്റി പൂർണ്ണമായും ഇരുട്ടിലാണ്. അതായത് വൈദ്യുതി നിലച്ചു. ഈ വൈദ്യുതി സംവിധാനം നിലച്ചതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇരുട്ടിലാണ്. ഈ ദൃശ്യം കാണുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ക്യാഷ്വാലിറ്റി. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി പുക മുഴുവൻ വലിച്ചു കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ക്യാഷ്വാലിറ്റിയുടെ പ്രധാന കവാടമാണ്. സുജയപർവ്വതി, അകത്തുണ്ടായിരുന്ന രോഗികൾ മുഴുവൻ പുറത്തേക്ക് എടുത്തു. ആ ഘട്ടത്തിലാണ് ഓക്സിജൻ സപ്പോർട്ടും വെന്റിലേറ്റർ സപ്പോർട്ടും വേണ്ട രോഗികൾ മരിച്ചുവെന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ബാക്കിയുള്ള രോഗികൾ മുഴുവൻ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അകത്തുണ്ടായിരുന്ന പൂർണ്ണമായി എത്തിച്ചു എന്നാണ്. അതായത് ഈ വെന്റിലേറ്റർ സപ്പോർട്ടിലുണ്ടായിരുന്ന രോഗിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്ക് അവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിച്ചു വേണം അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ. ഇപ്പോൾ കാഷ്വാലിറ്റിയിലുള്ള പുക പൂർണ്ണമായിട്ടും നീക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ബിൽഡിംഗ് ബ്ലോക്ക് മുഴുവൻ ഇരുട്ടിലാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലല്ലേ? ഇല്ല അരുൺകുമാർ, വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. വലിയ രീതിയിൽ പുക ഇപ്പോഴും അകത്തുണ്ട്. ഫയർഫോഴ്സ് ചേർന്ന പുക പുറത്തേക്ക് കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ രോഗി മരിച്ചു എന്ന് പറയുന്നത് രോഗിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. നമുക്ക് അവിടെ മൃതദേഹം കാണാനും സാധിച്ചിരുന്നു. അവർ പറയുന്നത് വെന്റിലേറ്റർ സപ്പോർട്ടും ഓക്സിജൻ നൽകേണ്ട രോഗിയായിരുന്നു എന്നാണ് ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞത്. നമ്മൾ തത്സമയം കണ്ടതാണ്, അവിടുത്തെ ആളുകൾ പറഞ്ഞതാണ്. അത് ഔദ്യോഗികമായി സൂപ്രണ്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലുള്ള എല്ലാ ACPമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിവിടെയുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, സന്നദ്ധ സേവകരുണ്ട്. ഇവരെല്ലാം തന്നെ ക്യാഷ്വാലിറ്റിയിലെ പുക പുറത്തേക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഇത് ഏത് ഭാഗത്താണ് വൈദ്യുതി തീ പടർന്നിരുന്നു. സുജയ പാർവതി, അത് തീ കണ്ടതായിട്ട് ആളുകൾ പറയുന്നില്ല. പക്ഷേ വലിയ രീതിയിൽ പുക ഈ CT സ്കാനിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പുക പുറത്തേക്ക് വന്ന ആ ഘട്ടത്തിൽ തന്നെ ആളുകൾ പല ഭാഗത്തേക്കും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ പുറത്തേക്ക് വലിയ രീതിയിൽ പുകയുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതായത് ഉണ്ടെങ്കിൽ അവർ പ്രതികരണം തരാൻ തയ്യാറാണെങ്കിൽ അവർ തീ കണ്ടിരുന്നോ എന്ന് കൂടി നമുക്ക് ചോദിക്കണം. നിലവിൽ പുക ഉയരുന്നത് കണ്ടിട്ടാണ് വലിയ പരിഭ്രാന്തി ഉണ്ടാവുന്നതും ഷോർട്ട് സർക്യൂട്ടാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നതും. ഫയർഫോഴ്സ് അവിടേക്ക് വളരെ വേഗം തന്നെ എത്തി കാഷ്വാലിറ്റിയിലുള്ള പുക മുഴുവൻ പൂർണ്ണമായും വലിച്ചു കളയാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സിനോജ്, ഏതു സമയത്താണ് ഈ കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നത്? ഒരു 7:30 മണിക്ക് ശേഷം. ചേട്ടാ, ഇത് എപ്പോഴാണ് സമയം വന്നത്? ഒരു 7:45 എല്ലാവരും പുറത്തിറങ്ങി. എല്ലാവരും പെട്ടെന്ന് ജീവനക്കാരും ഡോക്ടേഴ്സും എല്ലാം അഹോരാത്രം പരിശ്രമിച്ച് പേഷ്യൻറ്റിനൊക്കെ പുറത്താക്കി. പിന്നെ ആരുമില്ല, ഉള്ളിലാരുമില്ല. നിലവിൽ എല്ലാവരും പുറത്താക്കി ഇറക്കി. എല്ലാവരും പുറത്താക്കിന്. എന്താ സംഭവിച്ചെന്നറിയാം? എന്താ സംഭവിച്ചാൽ പെട്ടെന്നൊരു പുക വന്നതാണ്. പിന്നെ നീന്നാന്ന് തോന്നുന്നു. പിന്നെ AC-ൻ്റെ നീന പോകാമെന്നാണ്. അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ വന്നപ്പോൾ ഞങ്ങൾ ബാക്കിയെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് ഡോക്ടേഴ്സും ഒരു സ്റ്റാഫും ജീവനക്കാരും എല്ലാവരും അഹോരാത്രം പരിശ്രമിച്ചിട്ടാണ് ഇത്രയും ആളുകളെ പെട്ടെന്ന് ഇതാക്കിയത്. സീരിയസ് ആയിട്ടുള്ള രോഗി, വെന്റി പേഷ്യൻ്റൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് നമ്മൾ ICU, ആംബുലൻസ് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റർ അതുപോലെ ഓക്സിജൻ സപ്പോർട്ടുള്ള രോഗികൾ സപ്പോർട്ടൊക്കെ വെന്റിലേറ്റർ അടക്കാനും ഇവിടെ പുറത്തേക്ക് ഇറക്കി. പോർട്ടബിൾ വെന്റിലേറ്ററിന് കണക്റ്റഡ് ചെയ്യുന്നു. അപ്പോൾ അത് അനുസരിച്ച് പുറത്താക്കി. നമ്മുടെ വോളണ്ടിയേഴ്സ് ആ സമയത്ത് ഇവിടെ ഉണ്ട്. വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാ ജീവനക്കാരും വോളണ്ടിയേഴ്സും
ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അഹോരാത്രം പരിശ്രമിച്ചിട്ടാണ് ഇത്രയും പേഷ്യൻറ്റിനെ. ആ വശത്ത് നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു രോഗികളുടെ ഡെത്താ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എന്താ സംഭവിച്ചു? ഇല്ലല്ല, ഒരു രോഗി നാച്ചുറൽ ഡെത്താണ്. ഒരു രോഗി നേരത്തെ ഡെത്തായി. ഇതിനോടനുബന്ധിച്ചുള്ള മരണമൊന്നുമല്ല. അത് വളരെ ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ആയിരുന്നു വരുമ്പോൾ തന്നെ. അതാണ് വേറെ ഇതിനോടനുബന്ധിച്ചുള്ള ഡെത്തൊന്നുമല്ല. എല്ലാ രോഗികളും മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാ രോഗികളെയും മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ഫ്ലോറിലെ എല്ലാ രോഗികളെയും മാറ്റാനുള്ള പ്രിൻസിപ്പാൾ സാറും എല്ലാവരും ഓർഡർ ഇട്ടിരിക്കുന്നു. എല്ലാവരും നല്ല സഹകരണമാണ്. എല്ലാ സ്റ്റാഫും നമ്മളെ എല്ലാ വോളണ്ടിയേഴ്സും ഏത് ഭാഗത്താണ് പുക വന്നതെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്താ സാറേ, ഏത് ഭാഗത്താണ് പുക വന്നതെന്ന്? പുക വന്നത് ഈ എക്സ്റേൻ്റെ സ്കാനിങ്ങിൻ്റെ CT സ്കാനിൻ്റെ CT സ്കാനിൻ്റെ ആ ഭാഗത്തു നിന്നാണ് പെട്ടെന്നൊരു പുക.